ആസുരതകളിലെ ദുരഭേരിയുയരുമ്പോ ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോൾ ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ? ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉണ്മ പടർത്തൂ സോദരേ. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമിൽ സഹജീവി സ്നേഹസുമങ്ങൾ വിടരട്ടെ. ആസുരതകളിലെ ദുരഭേരിയുയരുമ്പോൾ ആകുലങ്ങളിലെ ഇരാതി ഉണയുമ്പോൾ ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ? ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉണ്മ പടർത്തൂ സോദരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. പാട്ടക്കരാർ ലംഘിച്ച തോട്ടങ്ങൾ ഏറ്റെടുക്കുന്ന പ്രശ്നം മന്ത്രി ഗണേഷ് കുമാർ UDF-നെ അപമാനിച്ചുവെന്ന് ചീഫ് വിപ്പ് PC ജോർജ്. ചീഫ് വിപ്പ് പറയുന്നതല്ല സർക്കാർ നയമെന്ന് മന്ത്രി ഗണേഷ് കുമാർ. കൊച്ചി മെട്രോ നിർമ്മാണ ചുമതല DMRCക്ക് തന്നെയാണെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. ജൂനിയേഴ്സിന് റാഗ് ചെയ്ത 15 +2 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. SYS സംസ്ഥാന വ്യാപകമായി നടത്തുന്ന റമദാൻ പ്രഭാഷണങ്ങൾക്ക് അന്തിമ രൂപമായി. ഗുജറാത്ത് വംശഹത്യ തകർക്കപ്പെട്ട ആരാധനാലയങ്ങളുടെ വിവരം നൽകണമെന്ന് സുപ്രീം കോടതി. ഹെവി വാഹനങ്ങൾക്ക് കുവൈത്തിൽ യാത്രാ നിയന്ത്രണം. വാർത്തകൾ വിശദമായി. പാട്ടക്കരാർ ലംഘിച്ച തോട്ടങ്ങൾ ഏറ്റെടുക്കുന്ന പ്രശ്നത്തിൽ വനം മന്ത്രി KB ഗണേഷ് കുമാർ UDF-നെ അപമാനിച്ചെന്ന് PC ജോർജ് പറഞ്ഞു. നെല്ലിയാമ്പതിയിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിച്ചത് UDF ആണ്. ഈ സമിതിയെക്കുറിച്ച് അറിയില്ലെന്ന് ഗണേഷ് കുമാർ നിയമസഭയിൽ കളവ് പറഞ്ഞുവെന്നും PC ജോർജ് ആരോപിച്ചു. ഗണേശിനെതിരെ നടപടി വേണമെന്ന് UDF-നോട് ആവശ്യപ്പെടുമെന്ന് PC ജോർജ് പറഞ്ഞു. സിനിമക്കാരനൊക്കെ കയറി മന്ത്രിയായിട്ട് തന്നെ ഭരിക്കാൻ വന്നാൽ അംഗീകരിക്കാനാവില്ലെന്ന് PC ജോർജ് പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം സ്പോൺസർ ചെയ്തത് ഗണേഷ് കുമാറാണെന്നും PC ജോർജ് ആരോപിച്ചു. കാലാവധി കഴിഞ്ഞ വസ്തുവെല്ലാം ഏറ്റെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞല്ലോ. എന്നാ ഒന്ന് ഏറ്റെടുത്തേക്കാൻ നമുക്ക്. ആ ഹാരിസന്റെ തോട്ടം മുഴുവൻ കിടപ്പുണ്ടെങ്കിൽ ഏറ്റെടുത്തല്ല കുഴപ്പം. 2006 കഴിഞ്ഞതല്ലേ. പാവപ്പെട്ട പട്ടികവർഗക്കാരൻ 6000 സത്യാഗ്രഹം കിടന്നാണല്ലോ. എന്നെ ഏറ്റെടുക്കാത്തെ 14 കൊല്ലമായില്ലേ മന്ത്രിയായിട്ട് കുത്തിയിരിക്കുന്നു. എടുക്കുന്നില്ലല്ലോ. ഇത് 2-3 ഏക്കറുള്ള കൃഷിക്കാരൻ മുഖത്തോട്ട് പോയി കുതിര കയറുക, പഠിപ്പിക്കുക നമ്മളെ. നെല്ലിയാമ്പതിയിലെ ചെറുനെല്ലി എസ്റ്റേറ്റ് ഏറ്റെടുക്കുമെന്നുള്ള മന്ത്രിയുടെ പ്രസ്താവനയാണ് PC ജോർജിനെ ചൊടിപ്പിച്ചത്. ഈ എസ്റ്റേറ്റിലെ 278 ഏക്കർ 36 ചെറുകിട കർഷകരുടെ കൈവശമാണെന്നും ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് UDF സമിതിയെ നിയോഗിച്ചിരുന്നുവെന്നും PC ജോർജ് ചൂണ്ടിക്കാണിച്ചു. ഇത് അറിയില്ലെന്ന് ഗണേഷ് കുമാർ പറഞ്ഞതിനെതിരെയാണ് PC ജോർജ് ആഞ്ഞടിച്ചത്. ഹാരിസൺ മലയാളത്തിന്റെ എസ്റ്റേറ്റ് കാലാവധി കഴിഞ്ഞതാണല്ലോ, മന്ത്രി എന്താണ് അത് ഏറ്റെടുക്കാത്തതെന്ന് PC ജോർജ് ചോദിച്ചു. പാട്ടക്കരാർ ലംഘിച്ച എല്ലാ എസ്റ്റേറ്റുകളും ഏറ്റെടുക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ ഇന്ന് നിയമസഭയിൽ പറഞ്ഞിരുന്നു. നെല്ലിയാമ്പതിയിൽ പാട്ടക്കരാർ ലംഘിച്ച തോട്ടങ്ങൾ ഏറ്റെടുക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. 1 സെന്റ് വനഭൂമി പോലും നഷ്ടപ്പെടുത്തില്ലെന്നും അക്കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും മന്ത്രി അറിയിച്ചു. CPM-ലെ V ചെന്താമരാക്ഷനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ചീഫ് വിപ്പ് പറയുന്നതല്ല സർക്കാർ നയമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. നിയമസഭയിലെ പ്രസ്താവനയാണ് PC ജോർജിനെ പ്രകോപിപ്പിച്ചത്. MLA എന്ന നിലയിൽ ചീഫ് വിപ്പിനെ അനുസരിക്കേണ്ട ബാധ്യസ്ഥതയുണ്ട്. എന്നാൽ ഒരു മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി പറയുന്നതാണ് താൻ അനുസരിക്കേണ്ടതെന്നാണ് നിയമസഭയിൽ പറഞ്ഞതെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു.
മുഖ്യമന്ത്രി പറഞ്ഞതിനെ വിമർശിക്കാൻ പി സി ജോർജ് വളർന്നിട്ടില്ലെന്ന് കോൺഗ്രസ് ചീഫ് വിപ്പ് ടി എൻ പ്രതാപൻ MLA. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മിടുക്കനായ മന്ത്രിയാണ് ഗണേഷ് കുമാർ. പാട്ടക്കരാർ ലംഘിക്കുന്ന എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുമെന്ന സർക്കാർ നിലപാടിനെതിരെ പുറത്ത് വാർത്താ സമ്മേളനം നടത്തിയ പി സി ജോർജിനെതിരെ പരാതി നൽകുമെന്നും പ്രതാപൻ പറഞ്ഞു. നെല്ലിയാമ്പതിയിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ UDF സമിതി നിയോഗിച്ചിട്ടുണ്ടെന്ന് ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞു. ഇക്കാര്യത്തിൽ പി സി ജോർജ് പറഞ്ഞതാണ് ശരിയെന്നും കൂടുതൽ പ്രതികരണത്തിന് ഇല്ലെന്നും ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞു. UDF പ്രശ്നം ചർച്ച ചെയ്യുമെന്ന് കൺവീനർ PP തങ്കച്ചൻ അറിയിച്ചു. കൊച്ചി മെട്രോയുടെ നിർമ്മാണം DMRCക്ക് തന്നെയാണെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊച്ചി മെട്രോയുടെ നിർമ്മാണം ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ ഏൽപ്പിക്കാൻ ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ ഡയറക്ടർ ബോർഡ് യോഗമാണ് തീരുമാനിച്ചത്. കേരളത്തിലെ റെയിൽ പദ്ധതികളുടെ മേൽനോട്ടം വഹിക്കാൻ E. ശ്രീധരനോട് ആവശ്യപ്പെടുമെന്ന് തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. കൊച്ചി മെട്രോയുടെ നിർമ്മാണ ചുമതല DMRCയെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ ക്യാബിനറ്റ് നേരത്തെ തീരുമാനമെടുത്തതാണെന്ന് മന്ത്രി പറഞ്ഞു. ചെന്നൈ മെട്രോയുടെ മാതൃകയിൽ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തം 50% എന്ന നിലയിലായിരിക്കും. ഇതനുസരിച്ച് ഡയറക്ടർ ബോർഡ് പുനഃസംഘടിപ്പിക്കുമെന്നും ഇനിയുള്ള തീരുമാനങ്ങൾ പുതിയ ബോർഡായിരിക്കും എടുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി മെട്രോ കമ്പനിയുടെ ചെയർമാൻ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായിരിക്കും. MD സംസ്ഥാന സർക്കാർ പ്രതിനിധിയായിരിക്കും. 10 അംഗ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തുല്യ പങ്കാളിത്തമായിരിക്കും. കൊച്ചി മെട്രോയുടെ ചുമതല വഹിക്കുമെന്ന് E. ശ്രീധരൻ അറിയിച്ചു. എന്നാൽ ബോർഡിൽ അംഗമാകേണ്ടതില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇക്കാര്യം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും E. ശ്രീധരൻ അറിയിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ജോസി ചെറിയാൻ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് കാക്കനാട് ജില്ലാ ജയിലിലെത്തി രാജന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് P. ശശിധരൻ കഴിഞ്ഞ ദിവസം അനുമതി നൽകിയത്. തലശ്ശേരി ഫസൽ വധക്കേസിൽ CBI കസ്റ്റഡിയിൽ കഴിയുകയാണ് ഇയാൾ. TP വധക്കേസ് പ്രതികൾക്ക് ഒളിവിൽ താമസിക്കാൻ കാരായി രാജൻ ഒത്താശയും സഹായവും ചെയ്തെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആരോപണം. കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. മോഹനൻ മാസ്റ്ററുടെ കസ്റ്റഡി കാലാവധി തീരുന്ന വ്യാഴാഴ്ചക്ക് മുമ്പ് കാരായിയെ കസ്റ്റഡിയിലെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിക്കുകയായിരുന്നു. P. മോഹനൻ നേരത്തെ പോലീസിനോട് സമ്മതിച്ച ചില വിവരങ്ങൾ കാരായി രാജന്റെ സാന്നിധ്യത്തിൽ ഉറപ്പിക്കുന്നതിനാണിത്. അതേസമയം TP ചന്ദ്രശേഖരനെ വധിക്കാൻ 2010 ഗൂഢാലോചന നടത്തിയ കേസിലും പ്രതിയായ ഒഞ്ചിയം ഏരിയ സെക്രട്ടറി CH അശോകന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. 2012 ഗൂഢാലോചന കേസിൽ പ്രതിയായ അശോകന് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചെങ്കിലും ഇതുവരെ ജയിൽ മോചിതനായിട്ടില്ല. അശോകന് ജാമ്യം ലഭിക്കുന്നത് തടയാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. കണ്ണൂർ പട്ടുവത്ത് +1 വിദ്യാർത്ഥികളെ റാഗ് ചെയ്തെന്ന പരാതിയിൽ 15 +2 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന പട്ടുവം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ കുട്ടികളാണ് റാഗിങ്ങിന് ഇരയായത്. സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകി. പട്ടിക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കു വേണ്ടിയുള്ള ഹോസ്റ്റലിലാണ് സംഭവം. കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ +1 ക്ലാസ് തുടങ്ങിയത്. രാത്രിയിലെ പീഡനം ക്രൂരമായതോടെ വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് പരാതി നൽകി. വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം നൽകാൻ വന്ന അധ്യാപകരെയും സീനിയർ വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തി. പീഡനം തുടർച്ചയായതോടെയാണ് +1 വിദ്യാർത്ഥികൾ ബാഗുകളുമായി സ്കൂളിലെത്തിയത്. ഇനി പ്രശ്നം പരിഹരിക്കാതെ തിരിച്ച് ഹോസ്റ്റലിലേക്കില്ലെന്ന് കുട്ടികൾ വാശി പിടിച്ചതോടെ അധികൃതർ പോലീസിൽ വിവരമറിയിച്ചു. അവർ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരുടെ നേരെ തട്ടിക്കേറിയിട്ടുള്ള രീതിയിലായിരുന്നു അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു, വന്ന് തെറി വിളിക്കുന്നു, വീട്ടിലുള്ളവരെ വിളിക്കുന്നു. ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത കാര്യമല്ലായിരുന്നു. ഞങ്ങൾ കുറെ പേര് പ്രതികരിക്കും. ഇവര് വന്നിട്ട് പേടിപ്പിക്കുന്ന അവിടെ കംപ്ലൈന്റ് കൊടുക്കാൻ പാടില്ല, അവരുടെ നേരെ കംപ്ലൈന്റ് കൊടുക്കുന്നവരെ വെച്ചേക്കൂല, ചില്ലൊക്കെ എടുത്തിട്ട് ഇന്നലെ ഇറങ്ങി വന്നു ഞങ്ങളെ കൊല്ലുന്നു പറഞ്ഞു. രേഖാമൂലം വിദ്യാർത്ഥികൾ ഒപ്പിട്ട് പരാതി നൽകിയതോടെയാണ് അധികൃതർ നടപടിയെടുത്തത്. 15 +2 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. ഇനി റാഗിംഗ് ഉണ്ടാകില്ലെന്ന് പോലീസും അധ്യാപകരും ഉറപ്പു നൽകിയതോടെ വിദ്യാർത്ഥികൾ ഹോസ്റ്റലിലേക്ക് മടങ്ങി.
കോഴിക്കോട്ടെ സ്കൂളിൽ ഉച്ചക്കഞ്ഞിക്കുള്ള അരിയിൽ ചത്ത എലിയെ കണ്ടെത്തിയ സംഭവം അന്വേഷിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഇന്നലെ ഉച്ചയ്ക്കാണ് മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അരിച്ചാക്കിൽ ചത്ത എലിയടക്കമുള്ള മാലിന്യങ്ങൾ കണ്ടെത്തിയത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയും SFIയും രംഗത്തെത്തിയിരുന്നു. നിയമസഭയിൽ പ്രദീപ് കുമാറിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി അറിയിച്ചത്. ഉച്ചക്കഞ്ഞി തയ്യാറാക്കാനായി സ്കൂൾ അധികൃതർ ചാക്ക് തുറന്നപ്പോഴാണ് മാലിന്യങ്ങൾ കണ്ടത്. ചത്ത എലിയെ കൂടാതെ അരിയിൽ കല്ലുകളും മറ്റു മാലിന്യങ്ങളും കലർന്നിരുന്നു. തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്കൂളിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സംഭവത്തെക്കുറിച്ച് ഉടൻ റിപ്പോർട്ട് നൽകുമെന്ന് DEO ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ ജില്ലാ സപ്ലൈ ഓഫീസറെ ഉപരോധിച്ചു. വിഷയത്തിൽ അടിയന്തര നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഉപരോധം അരമണിക്കൂറോളം നീണ്ടു. ഗുജറാത്ത് വംശഹത്യ തകർക്കപ്പെട്ട ആരാധനാലയങ്ങളുടെ വിവരം നൽകണമെന്ന് സുപ്രീം കോടതി. 2002 വംശഹത്യയിൽ തകർക്കപ്പെട്ട ആരാധനാലയങ്ങളുടെ പൂർണ്ണ വിവരവും അത് പുനർനിർമ്മിക്കാനുള്ള ചിലവും സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ഗുജറാത്ത് സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. കലാപത്തിൽ തകർക്കപ്പെട്ട ആരാധനാലയങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ഗുജറാത്ത് ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ പരിഗണിക്കവെയാണ് സുപ്രീം കോടതി ഈ നിർദ്ദേശം നൽകിയത്. ഇസ്ലാമിക് റിലീഫ് കമ്മിറ്റി ഓഫ് ഗുജറാത്ത് എന്ന സന്നദ്ധ സംഘടന നൽകിയ ഹർജിയിലാണ് കലാപത്തിൽ തകർക്കപ്പെട്ട 500 പള്ളികൾക്ക് നഷ്ടപരിഹാരം നൽകാൻ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഇത് നടപ്പാക്കാനാവില്ലെന്ന് തീരുമാനിച്ച മോഡി സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇന്നലെ സുപ്രീം കോടതി അപ്പീൽ പരിഗണനക്കെടുത്തപ്പോൾ പൊതു ഖജനാവിലെ പണമെടുത്ത് ആരാധനാലയങ്ങൾക്ക് നൽകാനാവില്ലെന്ന് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ വാദിച്ചു. ഭൂകമ്പത്തിലും വെള്ളപ്പൊക്കത്തിലും നഷ്ടം സംഭവിച്ച കെട്ടിടങ്ങൾക്ക് സർക്കാർ പണം നൽകുമ്പോൾ കലാപത്തിൽ തകർക്കപ്പെട്ടതിന് പണം നൽകുന്നതിൽ എന്താണ് തടസ്സമെന്ന് ജസ്റ്റിസുമാരായ KS രാധാകൃഷ്ണൻ, ദീപക് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് തിരിച്ചു ചോദിച്ചു. നഷ്ടപരിഹാരം എത്രയെന്ന് തീരുമാനിക്കാൻ തകർക്കപ്പെട്ട ആരാധനാലയങ്ങളുടെ കണക്കും പുനർനിർമ്മിക്കാനുള്ള ചിലവും അറിയിക്കാൻ കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു. കലാപത്തിൽ തകർക്കപ്പെട്ട ആരാധനാലയങ്ങൾ പുനർനിർമ്മിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ ഗുജറാത്ത് സർക്കാർ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. കോട്ടയം വൈക്കത്ത് പോലീസ് പിടിച്ച മണൽ ലോറികളുടെ ടയറും ഡീസലും മോഷണം പോകുന്നതായി പരാതി. വൈക്കത്തെ ബസ് ടെർമിനലിൽ താൽക്കാലികമായി സൂക്ഷിച്ചിരുന്ന ലോറികളിൽ നിന്നാണ് ടയറുകളും ഡീസലും കാണാതായത്. പോലീസ് പിടിച്ചെടുത്ത 10ഓളം മണൽ ലോറികളും മറ്റു വാഹനങ്ങളും പോലീസ് സ്റ്റേഷൻ കെട്ടിടം പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ബസ് ടെർമിനലിലേക്ക് മാറ്റുകയായിരുന്നു. എല്ലാ വാഹനങ്ങളിൽ നിന്നും ഡീസൽ മോഷ്ടാക്കൾ അടിച്ചു മാറ്റി. ചില ലോറികളുടെ ടയർ, ഡിസ്ക് അടക്കം മോഷ്ടാക്കൾ കൊണ്ടുപോയി. ജാക്കി ഉപയോഗിച്ച് ടയർ ഊരിയ ശേഷം കല്ലുകൾ അടുക്കിവെച്ച നിലയിലാണ് വാഹനങ്ങൾ. ഡീസൽ ടാങ്കുകൾ തുറന്ന നിലയിലാണ്. പൂട്ടു തകർത്താണ് പല വാഹനങ്ങളിൽ നിന്നും ഡീസൽ കവർന്നത്. മണൽക്കടത്ത് വ്യാപകമായ വൈക്കം മേഖലയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ സൂക്ഷിക്കുന്നതിന്റെ സൗകര്യം പോലീസ് സ്റ്റേഷനിൽ ഇല്ല. ക്വാർട്ടേഴ്സുകളുടെ പരിസരത്തും മറ്റുമായി കൂട്ടിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ മിക്കവയും തുരുമ്പെടുത്ത് നശിക്കുകയാണ്. കോടതിയിൽ നിന്ന് റിലീസിംഗ് ഓർഡറായി. വാഹനം ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതിന്റെ ടയറുകൾ രണ്ടും കാണാനില്ല. ഒപ്പം ഡീസൽ ഊറ്റപ്പെട്ടു ആ നിലയിലാണ് കണ്ടത്. വാഹന ഉടമകൾ പലരും പരാതികളുമായി SPയെ സമീപിച്ചിട്ടുണ്ട്. മോഷ്ടാക്കളെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് വൈക്കം പോലീസ് പറഞ്ഞു. സൈബർ മേഖലയിലെ മോഷ്ടാക്കൾ, ഹാക്കർമാർ നുഴഞ്ഞുകയറിയ സെർവറുകൾ FBI അടച്ചുപൂട്ടി. ഇതേ തുടർന്ന് അമേരിക്കയിലും ബ്രിട്ടനിലുമുള്ള 3 ലക്ഷത്തോളം പേരുടെ ഇന്റർനെറ്റ് ഉപയോഗം തടസ്സപ്പെട്ടു. സെർവറുകളിൽ ഹാക്കർമാർ വൈറസിനെ കടത്തിവിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 2011 നവംബർ മുതൽ FBI സെർവറുകൾ മരവിപ്പിച്ചിരിക്കുകയായിരുന്നു. ഏകദേശം 40 ലക്ഷത്തിലധികം പേർക്ക് വൈറസിന്റെ ശല്യം ബാധിച്ചതിനെ തുടർന്നായിരുന്നു ഇത്. നിരവധി കമ്പനികളുടെയും സർക്കാരിതര സ്ഥാപനങ്ങളുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകളിലാണ് ഹാക്കർമാരുടെ ശല്യം ഏറ്റവുമധികം ബാധിച്ചിട്ടുള്ളത്. പ്രത്യേക സംഘമാണ് ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലെന്ന് FBI വ്യക്തമാക്കിയിട്ടുണ്ട്. സൈറ്റുകൾ ഹാക്ക് ചെയ്ത് ഇവർ $1,40,00,000 ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കിയിട്ടുണ്ട്. വിവിധ സൈറ്റുകളിൽ നുഴഞ്ഞുകയറിയ പ്രത്യേകതരം പരസ്യങ്ങൾ കാണാൻ ഉപഭോക്താക്കളെ നിർബന്ധിക്കുകയും അതുവഴി പണം ഈടാക്കുകയുമാണ് ഹാക്കർമാരുടെ രീതി.
സെർവറുകൾ വീണ്ടും ഉപയോഗയുക്തമാക്കാൻ ദിവസങ്ങളെടുത്തേക്കുമെന്നാണ് FBI അറിയിച്ചിരിക്കുന്നത്. ഗൾഫ് വാർത്തകൾ. ദുബായ് അവീർ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ പൊതുവിപണിയിൽ 3 ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്നതായി പരാതി. സൂപ്പർ മാർക്കറ്റുകളും സഹകരണ സ്ഥാപനങ്ങളും മറ്റ് കച്ചവടക്കാരുമാണ് അമിതവില ഈടാക്കുന്നത് എന്നാണ് പരാതി. അവീർ പഴം പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് മൊത്തമായി വിൽക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ചില്ലറ വിൽപ്പന നടത്തുമ്പോൾ 3 ഇരട്ടി വരെ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നത്. മാർക്കറ്റിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും വിലയിൽ 70% വ്യത്യാസം. 8 കിലോയുടെ ഒരു തക്കാളി പെട്ടിക്ക് മാർക്കറ്റിൽ 16 ദിർഹമാണ് വില. ഇത് വിപണിയിലെത്തുമ്പോഴേക്കും 1 കിലോയ്ക്ക് 7 ദിർഹം. ലാഭത്തിനു വേണ്ടി വിലയിൽ വൻ തിരിമറിയാണ് സ്ഥാപനങ്ങൾ നടത്തുന്നതെന്നാണ് കച്ചവടക്കാരുടെ ആരോപണം. ഇത്തരം സ്ഥാപനങ്ങളുടെ വിൽപ്പനയെക്കുറിച്ച് അധികൃതർ പരിശോധിക്കണമെന്ന് കച്ചവടക്കാർ ആവശ്യപ്പെട്ടു. വിൽപ്പനയ്ക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളിൽ 40% മാത്രമാണ് അവീർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതെന്നാണ് സഹകരണ സ്ഥാപനങ്ങളുടെ വിശദീകരണം. റമദാനിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ 9 വരെയും ഉച്ചയ്ക്ക് 12:30 മുതൽ 3 വരെയും ഹെവി വാഹനങ്ങൾക്ക് കുവൈത്തിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തി. ജോലി സ്ഥലങ്ങളിലെയും തിരിച്ചുമുള്ള യാത്രയിൽ ആളുകൾ ഗതാഗതക്കുരുക്കിൽ കുരുങ്ങുന്നത് ഒഴിവാക്കാനാണ് നടപടി. വെള്ളി ശനി ദിവസങ്ങളിൽ ഒഴികെ ഈ നിർദ്ദേശം പാലിക്കാൻ ഹെവി വാഹന ഡ്രൈവർമാർ ശ്രദ്ധിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ പൊതുഗതാഗത വകുപ്പ് അഭ്യർത്ഥിച്ചു. അതേസമയം ഫ്രോസൺ ഫുഡ് ഇനങ്ങൾ കടത്തുന്നതിന് അനുയോജ്യമായ വാഹന സൗകര്യം ഉറപ്പാക്കണമെന്ന് ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾ, സൂപ്പർ മാർക്കറ്റുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് മുനിസിപ്പൽ അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇത് സംബന്ധിച്ച് മുനിസിപ്പാലിറ്റിയിലെ വിവിധ ഗവർണറേറ്റുകളിലെ ഓഫീസുകളിൽ നിന്ന് ബന്ധപ്പെട്ട അനുമതി പത്രം വാങ്ങിയിരിക്കണം. റമദാൻ മാസത്തിന്റെ മുന്നോടിയായി ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മാ പരിശോധന വ്യാപിപ്പിക്കുമെന്ന് മുനിസിപ്പാലിറ്റി ഡയറക്ടർ അഹമ്മദ് അൽ സുബൈഹ് അറിയിച്ചു. റമദാൻ പ്രമാണിച്ച് പലവിധ ഭക്ഷ്യവസ്തുക്കളും വിപണിയിലെത്തുന്ന പ്രവണതയുണ്ട്. ഗുണമേന്മയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ലോക മലയാളികൾ തങ്ങളുടെ സംഗമ സ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ്. നിങ്ങളോ സമസ്ത കേരള സുന്നി ജമിഅത്ത് ഉലമയുടെ ചൈന, മലേഷ്യ, സിംഗപ്പൂർ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും ആകർഷകമായ പ്രോഗ്രാമുകൾ, പ്രശസ്ത സുന്നി പണ്ഡിതരുടെയും വിദഗ്ധരുടെയും വാർത്തകൾ തുടരുന്നു. പഠന ക്ലാസുകൾ. സംഘടനാ വാർത്തകൾ. SYS റമദാൻ പ്രഭാഷണങ്ങൾക്ക് അന്തിമ രൂപമായി. സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന വ്യാപകമായി ആചരിക്കുന്ന റമദാൻ ക്യാമ്പയിൻ ഭാഗമായുള്ള റമദാൻ പ്രഭാഷണങ്ങൾ ഈ മാസം 23-ന് ആരംഭിക്കും. വിശുദ്ധ റമദാൻ വിശുദ്ധ ഖുർആൻ എന്ന ശീർഷകത്തിൽ ഈ മാസം 21 മുതൽ ആഗസ്റ്റ് 20 വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി തർബിയ, തസ്കിയ, ഇത്തികാഫ് ജൽസ, സമൂഹ നോമ്പുതുറ, കുടുംബസഭ, സമൂഹ സിയാറത്ത് തുടങ്ങിയ വിവിധ പരിപാടികൾ നടക്കും. ജില്ലകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 14 കേന്ദ്രങ്ങളിലായി നടക്കുന്ന റമദാൻ പ്രഭാഷണങ്ങൾക്ക് ഷാഫി സഖാഫി മുണ്ടമ്പ്ര, റഹ്മത്തുള്ള സഖാഫി എളമരം, കൂറ്റമ്പാറ, അബ്ദുറഹ്മാൻ ദാരിമി, ഫാറൂഖ് നഈമി, ബുഹാരി കൊല്ലം തുടങ്ങിയവർ നേതൃത്വം നൽകും. വിശുദ്ധ ഖുർആനിലെ വിവിധ സൂക്തങ്ങളെയും ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള വിഷയങ്ങളാണ് ഈ വർഷത്തെ റമദാൻ പ്രഭാഷണങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. മർക്കസ് സഖാഫത്തി സുന്നിയയുടെ 35-ാം വാർഷിക സമ്മേളനത്തിന്റെ സംസ്ഥാനതല പ്രചരണോദ്ഘാടനം ഈ മാസം 14-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മലപ്പുറം റോസ് ലോഞ്ചിൽ നടക്കും. പ്രചാരണോദ്ഘാടനം വിജയിപ്പിക്കുന്നതിന് മലപ്പുറം ജില്ലയിലെ എല്ലാ മേഖലകളിലും പ്രചാരണ പര്യടനം നടത്താൻ ജില്ലാ സംഘാടക സമിതി യോഗം തീരുമാനിച്ചു. വാദി സലാമിൽ ചേർന്ന ഈ ജില്ലാ സംഘാടക സമിതി യോഗത്തിൽ ചെയർമാൻ സയ്യിദ് അഹമ്മദ് ശിഹാബ് തങ്ങൾ തിരൂർക്കാട് അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഹബീബ് തങ്ങൾ, സയ്യിദ് ഷറഫുദ്ദീൻ ജമലുലൈലി, മുസ്തഫ മാസ്റ്റർ കൂടൂർ തുടങ്ങി പ്രമുഖ നേതാക്കൾ സംബന്ധിച്ചു. ജനറൽ കൺവീനർ അലവി സഖാഫി സ്വാഗതം പറഞ്ഞു.
SSF മലപ്പുറം ജില്ലാ കമ്മിറ്റി മെയ് 15 മുതൽ ജൂൺ 15 വരെ സംഘടിപ്പിച്ച റിസാല ക്യാമ്പയിൻ അവാർഡുകൾക്ക് അർഹരായ വിവിധ ഘടകങ്ങളെ പ്രഖ്യാപിച്ചു. ക്യാമ്പയിൻ കാലയളവിൽ ഏറ്റവും കൂടുതൽ വരിക്കാരെ ചേർത്ത് തിരൂർ ഡിവിഷൻ 1ാം സ്ഥാനത്തെത്തി. ജില്ലാ ടാർജറ്റിന്റെ 100% മുകളിലെത്തി മഞ്ചേരി, തിരൂരങ്ങാടി, യൂണിവേഴ്സിറ്റി ഡിവിഷനുകൾ യഥാക്രമം 2, 3, 4 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. കൊണ്ടോട്ടി, കോട്ടക്കൽ ഡിവിഷനുകൾ യൂണിറ്റ് ടാർജറ്റിന്റെ 100% പൂർത്തിയാക്കിയപ്പോൾ പൊന്നാനി, അരീക്കോട്, മലപ്പുറം, വളാഞ്ചേരി, വണ്ടൂർ ഡിവിഷനുകൾ യൂണിറ്റ് ടാർജറ്റിന്റെ 70% പൂർത്തിയാക്കി പ്രത്യേക അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടു. ക്യാമ്പയിൻ കാലയളവിൽ ഏറ്റവും കൂടുതൽ വരിക്കാരെ ചേർത്ത് തിരൂർ ഡിവിഷനിൽ തിരുത്തുമ്മൽ യൂണിറ്റ് മെഗാ ഓഫറിനും തിരുരങ്ങാടി ഡിവിഷനിലെ കൊളപ്പുറം നോർത്ത് യൂണിറ്റ് ഒഫീഷ്യൽ ഗിഫ്റ്റിനും മികച്ച ശതമാനം പൂർത്തിയാക്കി എടവണ്ണ സെക്ടറും തിരഞ്ഞെടുക്കപ്പെട്ടു. അവാർഡ് വിതരണ സംഗമം ഈ മാസം 15 മലപ്പുറത്ത് നടക്കും. റമദാൻ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നിലമ്പൂർ മജ്മഈന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മജ്മ വസന്തം ശ്രദ്ധേയമായി. പരിപാടിയുടെ ഭാഗമായി നിലമ്പൂർ മേഖലയിലെ 100ലേറെ മസ്ജിദുകളിൽ റമദാൻ ഉദ്ബോധനവും സംഘടിപ്പിച്ചു. കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, സീഫോർത്ത് അബ്ദുറഹ്മാൻ ദാരിമി, ഷിഹാബ് നഈമി പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്വർണവിലയിൽ വീണ്ടും വിലവർധന തുടർച്ചയായ 2ാം ദിവസവും പവന് 80 രൂപയും ഗ്രാമിന് 10 രൂപയുമാണ് കൂടിയത്. ഇതോടെ ഒരു പവന് 22,120 രൂപയായി. ഗ്രാമിന് 2,765 രൂപയാണ് ഇന്നത്തെ വില. ഇന്നലെയും പവന് 80 രൂപ കൂടിയിരുന്നു. ആഴ്ചകളായി സ്വർണവിലയിലെ ചാഞ്ചാട്ടം തുടരുകയാണ്. ഇന്നത്തെ വിനിമയ നിരക്ക് ഒരു UAE ദിർഹമിന് പകരം 15.094 രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു സൗദി റിയാലിന് പകരം 14.783 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. KMIC വാർത്തകൾ. KMICയിൽ ഇന്ന് വൈകിട്ട് 7 മണിക്ക് ആലപ്പുഴയിൽ നിന്നും സിദ്ദിഖ് സഖാഫി അരിയല്ലൂരിന്റെ പ്രകാശനം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം തത്സമയം സംപ്രേഷണം ചെയ്യും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാട്ടക്കരാർ ലംഘിച്ച തോട്ടങ്ങൾ ഏറ്റെടുക്കുന്ന പ്രശ്നം മന്ത്രി ഗണേഷ് കുമാർ UDFനെ അപമാനിച്ചുവെന്ന് ചീഫ് വിപ്പ് PC ജോർജ്. ചീഫ് വിപ്പ് പറയുന്നതല്ല സർക്കാർ നയമെന്ന് മന്ത്രി ഗണേഷ് കുമാർ. ജൂനിയേഴ്സിന് റാഗ് ചെയ്ത 15 +2 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. ഗുജറാത്ത് വംശഹത്യ തകർക്കപ്പെട്ട ആരാധനാലയങ്ങളുടെ വിവരം നൽകണമെന്ന് സുപ്രീം കോടതി. ഹെവി വാഹനങ്ങൾക്ക് കുവൈത്തിൽ യാത്രാ നിയന്ത്രണം. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 4 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ദിവസവും നടക്കുന്ന KMIC ന്യൂസ് ടൈം ലഭിക്കാനും ഏറ്റവും പുതിയ വാർത്തകൾ അറിയാനും സന്ദർശിക്കുക www.sunnyonlinenews.com. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജലീൽ മടവൂർ എന്ന ബെലക്സ് ഐഡിയിലോ KMIC 786 എന്ന നിംബസ് ഐഡിയിലോ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.